ഹലോ നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ഞങ്ങൾ രണ്ടുപേരുടെ ഒരുമിച്ചുള്ള 6ാമത്തെ ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷനിലാണ്. വേറെ എവിടെയല്ല, നമ്മൾ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്കയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് നിന്ന് വേറെ ഒരു 50 മിനിറ്റ്സ് ഫ്ലൈറ്റേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് എത്താൻ. സോ നമ്മൾ കയറിയിരുന്നു. അവരൊരു മീല് സെർവ് ചെയ്തിരുന്നു, ഒരു സാൻഡ്വിച്ച്. ആ സാൻഡ്വിച്ച് കഴിച്ചതും നമ്മൾ ലാൻഡ് ചെയ്യാനുള്ള അനൗൺസ്മെന്റ് വന്നു. ഇറ്റ്സ് എ വെരി ഷോർട്ട് ഫ്ലൈറ്റ്. നമ്മളിവിടെ ഇറങ്ങി നമ്മുടെ ബാഗേജ് ഒക്കെ കളക്ട് ചെയ്തു. എയർപോർട്ട് കൗണ്ടറിൽ തന്നെ നമുക്ക് സിമ്മും പിന്നെ നമ്മുടെ കറൻസി എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ കറൻസി എക്സ്ചേഞ്ച് ബേസിക്കലി നിങ്ങൾക്ക് ഒന്നുകിൽ USD കൊണ്ടുവന്ന് ഇവിടുന്ന് കൺവേർട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് തന്നെ USD LKRലേക്ക് ലങ്കൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അറ്റ് യുവർ കൺവീനിയൻസ്. ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ USD കൊണ്ടുവന്ന് ഇവിടുന്ന് കൺവേർട്ട് ചെയ്യാണ് ചെയ്തത്, ബിക്കോസ് വി ഫൗണ്ട് ഇറ്റ് മോർ ചീപ്പർ. അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രിപ്പ് മൊത്തത്തിൽ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റോഡ് ട്രിപ്പ് ആയിട്ടാണ്, ഒരു 10 days റോഡ് ട്രിപ്പ് ആയിട്ടാണ് അക്രോസ് സെൻട്രൽ ആൻഡ് സദേൺ പാർട്ട് ഓഫ് ശ്രീലങ്ക. സോ നമ്മളുടെ റെന്റൽ കാർ ഇവിടെ എയർപോർട്ടിൽ തന്നെ അവർ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പിക്ക് ചെയ്തു. വെരിഫിക്കേഷനും കുറച്ച് ചെക്സ് ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ആമ്പുള്ള എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ജസ്റ്റ് ബേസിക്കലി ഒരു 3 hour ഡ്രൈവ് ആണ്, ഒരു 140 kilometers ഫ്രം കൊളംബോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.